ഹലോ, നമ്മുടെ ഒരു ദോശ കണ്ട എന്തുട്ട് അതിന്റെ ഒരു ഭംഗി. നമുക്ക് പെട്ടെന്ന് ഒരു മണിക്കൂർ കൊണ്ടൊക്കെ ഇത് സോക്ക് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന കേട്ടോ. കണ്ട അതിന് മാർഗവും നോക്കൂ നിങ്ങള്. കണ്ട ഇതിൽ നമുക്ക് വലിയ അരി വെള്ളത്തിലിട്ടിട്ടൊന്നും അരക്കേണ്ട കേട്ടോ. നമുക്കിത് സ്റ്റൂ കറി ആയാലും ചിക്കൻ കറി ആയാലും അപ്പത്തിലേക്കുള്ള ഏത് കറിയുടെ കൂടി കഴിക്കാൻ നല്ലൊരു സംഭവമാണ്. നമുക്കിത് ഉണ്ടാക്കണമെങ്കിൽ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതിലേക്ക് ഞാൻ അധികം കൂട്ടൊന്നും എടുത്തിട്ടില്ല. അതേ നോക്കിയേ, ഇതിലേക്ക് 2 കപ്പ് അരിപ്പൊടി ഇടും. വറുത്ത അരിപ്പൊടി മതി നമ്മുടെ കേട്ടോ, നൈസായിട്ടുള്ള വറുത്ത അരിപ്പൊടി. പിന്നെ നമുക്ക് ഇതിലേക്ക് 1/2 കപ്പ് ചോറ്. പിന്നെ ഇതിലേക്ക് ഞാൻ എടുത്തത് 1/2 ടേബിൾ സ്പൂൺ ഈസ്റ്റ് ഇട്ടാണ്. എന്താന്ന് വെച്ചാല് 1 മണിക്കൂർ കൊണ്ട് സോക്കായി കിട്ടണമെങ്കിൽ നമ്മൾ ഇത്തിരി കൂടുതൽ ഈസ്റ്റ് ഇടണം. പിന്നെ തേങ്ങ ഒരു 1/2 മുറി തേങ്ങ ഇട്ടു, ഉപ്പിട്ടു, 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടു. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെണ്ണ പോലെ ഇത് ഇങ്ങനെ ഈ ലെവലിൽ നമ്മൾ അരച്ച് വെള്ളം അധികമാവാത്ത രീതിയിൽ പാകത്തിന് വെള്ളമാക്കി എടുത്തിട്ട് നന്നായി അരച്ചിട്ട് 1 മണിക്കൂർ, നമ്മൾ 9 മണിക്ക് ദോശ ഉണ്ടെങ്കിൽ 8 മണിക്ക് അത് അരച്ച് വെച്ചാൽ നമുക്കിത് 9 മണിയാകുമ്പോഴേക്കും സെറ്റായി കിട്ടും. ഇത് ഞങ്ങൾ അങ്ങനെ ചെയ്തതാണ്. അത് കണ്ട ഇപ്പൊ ഞങ്ങളുടെ ഒരു കിട്ടിയ അപ്പം കണ്ട നല്ല ഒരു അപ്പം നമുക്ക് കിട്ടും. നിങ്ങളും ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക. കണ്ടോ ചൂടുള്ള നമ്മുടെ അപ്പം. അയ്യോ കൈ കൊള്ളുന്നുണ്ട്. അമ്മോ ചൂടുള്ള നമ്മുടെ മഴയ്ക്കനുസരിച്ച് നമുക്ക് അധികം ചെലവ് ചെയ്യാണ്ട് തണുത്ത ചോറിന്റെ 1/2 സ്പൂണും ചെലവാവും. സൂപ്പർ ദോശ നമുക്ക് കിട്ടും കേട്ടോ. ഓക്കെ.